എന്തായാലും ഇവിടെ ധാരാളം ആളുകൾ എത്തുന്നു. മൃതദേഹം അല്പസമയത്തിനകം തന്നെ എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. കാരണം ആളുകളെല്ലാം തന്നെ കണ്ട് വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് എത്തിക്കും. വീട്ടിലേക്ക് വേഗത്തിൽ എത്തിച്ച ശേഷം മറ്റ് നടപടിയിലേക്ക് അവിടെ ശുശ്രൂഷ ഉൾപ്പെടെയുള്ളവ നടക്കും. അതിനുശേഷം നേരെ പള്ളിയിലേക്കാണ് കൊണ്ടുപോവുക. പള്ളിയിലേക്ക് കൊണ്ടുപോയ ശേഷം പള്ളിയിൽ സെമിത്തേരിയിൽ CSI പള്ളി എന്ന് പറയുന്നത് ഏതാണ്ട് അടുത്ത് തന്നെയാണ്. ഇതെല്ലാം തന്നെ അവിടെയാണ് ഈ പൊതുദർശന അവസാന ഘട്ടത്തിലാണെന്ന് ആളുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് നാട്ടിലെ ആളുകൾ എന്തായാലും എല്ലാവരും കണ്ട് ഇവിടെ നിന്നും ഇപ്പോൾ ജെൻസന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നെടുക്കും. പള്ളിയിൽ വെച്ചാണ് മറ്റ് ശുശ്രൂഷകൾ നടക്കുക. അവിടെ വെച്ചാണ് അവിടെയും കാണാനുള്ള സൗകര്യം ഒരുക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ളവർ പറയുന്നുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. വളരെ സങ്കടകരമായൊരവസ്ഥ, വേദന നിറഞ്ഞ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലൂടെ ഈ നാട് മുന്നോട്ട് പോവുകയാണ്. ആ നാട് അത്രമേൽ വൈകാരികമായി നിലനിൽക്കുന്നു. അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള ആ ഒരുക്കത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ ഇനി എങ്ങനെയാകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഈ മൃതദേഹം എടുക്കാനുള്ള ഒരു സമയമായ എന്താണ്? 2:30 മണിക്ക് ഇവിടുന്ന് ബോഡി എടുക്കും. വീട്ടിലേക്ക് അന്തിമ കർമ്മങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് കാണുവാനും അന്തിമ കർമ്മങ്ങൾക്കും വേണ്ടി കൊണ്ടുപോകും. അത് കഴിഞ്ഞതിന് ശേഷം പള്ളിയിലോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അഭൂതപൂർവമായിട്ടുള്ള ജനമാണ് ജെൻസനെ അവസാനമായി കാണാൻ. സുഹൃത്തുക്കളും നാട്ടുകാരും സൗഹൃദങ്ങളും കേട്ടറിഞ്ഞവരും ഒക്കെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആവർത്തിച്ച് വേട്ടയാടുന്ന ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ദുരന്ത തുടർച്ചകളിൽ ശ്രുതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ നഷ്ടമാകുന്നു എന്ന വേദനയാണ് കേരളത്തിൽ ഒന്നാകുള്ള വേദന. 1-2 വർഷമല്ല, 10 വർഷം നീണ്ട പ്രണയമാണ്. അതിനുശേഷം കഴിഞ്ഞ മാസം വിവാഹ നിശ്ചയം. അത് കഴിഞ്ഞ് കേരളം ഇതുവരെ കാണാത്തൊരു മഹാദുരന്തം ഉണ്ടാകുന്നു. ആ ദുരന്തത്തിൽ പ്രിയപ്പെട്ടവൾക്ക് അവരുടെ എല്ലാവരെയും നഷ്ടമാകുന്നു. അതിനുശേഷം ചേർത്ത് പിടിക്കുന്നു ജെൻസൺ. ചേർത്ത് പിടിക്കൽ കണ്ട് നമ്മളൊക്കെ കണ്ണു നിറഞ്ഞവരാണ്. അത് കഴിഞ്ഞതാ വിധിയുടെ മറ്റൊരു ടേണിൽ ആകെയുള്ള ഒരു ചേർത്ത് പിടിക്കൽ, ആകെയുള്ള ഒരു കൈത്താങ്ങ് കൂടി നഷ്ടമാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വേദനാജനകമാണ്. നാട് എന്തായാലും ജെൻസൺ അന്ത്യചുംബനം അവിടെ നൽകുകയാണ്.